ഹായ് ഫ്രണ്ട്സ്, കേരള PSC ഇൻ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഏത് മാത്രം ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ എക്സാം ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ പോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഈസ് കോൾഡ്. അന്നേരം ഏത് സർവേയിലാണ് എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്ലെയിൻ സർവേ, ഓപ്ഷൻ ബി ജിയോഡിക് സർവേ, ഓപ്ഷൻ സി ജിയോളജിക്കൽ സർവേ, ഓപ്ഷൻ ഡി ഏരിയൽ സർവേ. അപ്പോൾ നമുക്ക് ആദ്യം സർവേ എന്താണെന്ന് നോക്കാം. സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം: ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് പൊസിഷൻ ബൈ മീൻസ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിനെയും വെർട്ടിക്കൽ ലൈനിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് റിലേറ്റീവ് പൊസിഷൻസ് മെഷർ ചെയ്യുന്ന ഒരു രീതിയാണ് സർവേ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ ഒക്കെ നടത്തുന്നത്. മെയിനായിട്ടും രണ്ട് രീതിയിലുള്ള സർവേസ് ഉണ്ട്. പ്ലെയിൻ സർവേ ഉണ്ട്, അതേപോലെ ജിയോഡിക് സർവേ ഉണ്ട്. അന്നേരം നമുക്ക് സർവേ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? പ്ലെയിൻ സർവേയും ജിയോഡിക് സർവേയും. ഏരിയൽ സർവേ ഒന്നും ഇല്ല കേട്ടോ. അന്നേരം നമ്മൾ സർവേ രണ്ട് രീതി: പ്ലെയിൻ സർവേ, ജിയോഡിക് സർവേ. ആദ്യം നമുക്ക് പ്ലെയിൻ സർവേ എന്താണെന്ന് നോക്കാം. പ്ലെയിൻ സർവേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ സർഫസ് ഓഫ് എർത്ത് ഈസ് കൺസിഡേർഡ് ആസ് പ്ലെയിൻ ആൻഡ് കർവേച്ചർ ഈസ് നെഗ്ലക്റ്റഡ്. അന്നേരം നമ്മൾ പ്ലെയിൻ സർവേയിൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യൂ? നമ്മൾ എർത്തിൻ്റെ സർഫസ് മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പം പ്ലെയിൻ സർവേയിൽ എർത്തിൻ്റെ സർഫസ് മാത്രം കൺസിഡർ ചെയ്യുന്നു, കർവേച്ചർ എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. സാധാരണയായിട്ട് ഈ പ്ലെയിൻ സർവേ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മാൾ ഏരിയാസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലെയിൻ സർവേ ഉപയോഗിക്കുന്നത്. ഇനി ജിയോഡിക് സർവേ എന്താണെന്ന് നോക്കാം. ജിയോഡിക് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തും കൂടെ കൺസിഡർ ചെയ്യും? ഈ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ്ഡ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവേ മെത്തേഡാണ് ജിയോഡിക് സർവേ. ഇതിനെ നമുക്ക് ട്രിഗണോമെട്രിക് സർവേ എന്നും വിളിക്കാം. അന്നേരം ജിയോഡിക് സർവേക്ക് പറയുന്ന വേറൊരു പേരാണ് ട്രിഗണോമെട്രിക് സർവേ. ഇത് ലാർജ് ഏരിയ സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ജിയോഡിക് സർവേ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോങ്സ്റ്റ് ചെയിൻ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഏരിയ ഈസ് നോൺ ആസ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബേസ് ലൈനാണ്. അപ്പം ലോങ്ങസ്റ്റ് ചെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഏരിയ ഈസ് നോൺ ആസ് ബേസ് ലൈൻ. പിന്നെ ബേസ് ലൈൻ കൂടാതെ ഇതിനകത്ത് ടൈ ലൈനുണ്ട്, ചെക്ക് ലൈനുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ബേസ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോങ്ങസ്റ്റ് സർവേ ലൈനാണ്. ബേസ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോങ്ങസ്റ്റ് സർവേ ലൈനാണ്. കൂടാതെ ദ ആക്യുറസി ഓഫ് എൻറ്റയർ സർവേ ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്യുറസി ആൻഡ് സ്ട്രെയിറ്റ്നെസ് ഓഫ് ബേസ് ലൈൻ. അപ്പം ഇതിൻ്റെ മൊത്തം ആക്യുറസി ഓഫ് എൻറ്റയർ സർവേയുടെ മൊത്തത്തിലുള്ള ആക്യുറസി എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആക്യുറസി ആൻഡ് സ്ട്രെയിറ്റ്നെസ് ഓഫ് ബേസ് ലൈൻ. ബേസ് ലൈൻ്റെ ആക്യുറസിയും അതേപോലെ അതിൻ്റെ സ്ട്രെയിറ്റ്നെസ്സിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ലൈൻ നോക്കാം. ചെക്ക് ലൈൻ എന്ന് പറയുന്നത് യൂസ്ഡ് ടു ചെക്ക്, പേര് തന്നെയുണ്ട്, യൂസ്ഡ് ടു ചെക്ക് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ് എന്തെന്ന് പറയുന്നത്? ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ. ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് സർവേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻറ്റ്. അന്നേരം അതിനകത്ത് യൂസ് ചെയ്യുന്ന വേവ് ഏതാണെന്ന് ചോദിക്കും. ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. അന്നേരം ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ട്യൂണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ്. ട്യൂണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ് സ്വിങ്ങിങ്. അന്നേരം ഒരു ടെലിസ്കോപ്പിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ട്യൂൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്വിങ്ങിങ്. അപ്പം ട്യൂണിങ് ഓഫ്
tuning the telescope in horizontal plane is called swinging. അപ്പം സ്വിങ്ങിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിങ്ങിങ് മീൻസ് ട്യൂണിങ് ദ ടെലസ്കോപ്പ് എബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് തിയോഡലൈറ്റ് സർവേയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇതിനകത്ത് അടുത്തയാണ് ഒരു ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ട്രാൻസിറ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലങ്ങിങ് ഓർ റിവേഴ്സിങ്. ട്രാൻസിറ്റിങ്ങിന് പറയുന്ന വേറെ രണ്ട് പേരാണ് പ്ലങ്ങിങ് ഓർ റിവേഴ്സിങ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്യൂണിങ് ദ ടെലസ്കോപ്പ് എബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 degree in vertical plane, thus bringing it upside down and making it point exactly in opposite direction. അന്നേരം ട്രാൻസിറ്റിങ്ങിന് പറയുന്ന വേറെ രണ്ട് പേരുകളാണ് പ്ലങ്ങിങ് അല്ലെങ്കിൽ റിവേഴ്സിങ്. ഇത് എന്താ നടക്കുന്നത്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലസ്കോപ്പ് എബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 degree in vertical plane, thus bring it upside down and making it point exactly in opposite direction. ഓക്കെ, ഇനി അടുത്ത ഒരു ടേമാണ് ഇത് പറഞ്ഞിരുന്നത് എന്താണ്? സെൻറ്ററിങ്. സെൻറ്ററിങ് മീൻസ് സെറ്റിംഗ് ദ തിയോഡലൈറ്റ് എക്സാക്ട്ലി ഓവർ ആൻ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ സോ ദാറ്റ് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ലൈസ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ സ്റ്റേഷൻ. അന്നേരം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താണ്? ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് ലൈസ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സെൻറ്ററിങ് ആണ്. അന്നേരം ഈ മൂന്ന് ടേംസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? സെൻറ്ററിങ്, പിന്നെ എന്താണ് ട്രാൻസിറ്റിങ്, പിന്നെ സ്വിങ്ങിങ്. മൂന്ന് ടേംസും അറിഞ്ഞിരിക്കാം. ഓക്കെ. ദ ലെവൽ ട്യൂബ് ഓർ ബബിൾ ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത്. ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബിനകത്ത് എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? ഈസ് ഫിൽഡ് വിത്ത് ആൽക്കഹോൾ. ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്താണ്? ആൽക്കഹോളാണ്. എങ്കിലും ഒന്നറിയുക, ദ ബബിൾ ട്യൂബ് ഈസ് നിയർലി ഫിൽഡ് വിത്ത് ആൽക്കഹോൾ ഓർ ക്ലോറോഫോം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എ ലിക്വിഡ് വിച്ച് ഈസ് വെരി മൊബൈൽ, ഓർ വി ക്യാൻ സേ എ ലിക്വിഡ് ഹാവിങ് ലോ ഫ്രീസിങ് പോയിൻറ്റ്. ഇതെല്ലാം ഇങ്ങനെയും ചോദിക്കാം. എന്ന് വെച്ചാൽ ദ ബബിൾ ട്യൂബ് ഈസ് നിയർലി ഫിൽഡ് വിത്ത് ആൽക്കഹോൾ. ഓപ്ഷൻ എ ആൽക്കഹോൾ ഓർ ക്ലോറോഫോം. ഓപ്ഷൻ ബി എ ലിക്വിഡ് വിച്ച് ഈസ് വെരി മൊബൈൽ. ഓപ്ഷൻ സി എ ലിക്വിഡ് ഹാവിങ് ലോ ഫ്രീസിങ് പോയിൻറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഓൾ ദി എബവ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയേ ഉള്ളൂ? ഇതിനകത്ത് എന്താണ്? ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ആൽക്കഹോൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. അന്നേരം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. മറ്റേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വരികയാണെങ്കിൽ അവിടെ ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു എൻലാർജിങ് ആൻഡ് റെഡ്യൂസിങ് പ്ലാന്റ്സ്. അന്നേരം ഏത് ഇൻസ്ട്രുമെൻ്റാണ് പ്ലാന്റ്സിനെ എൻലാർജ് ചെയ്യാനും അതേപോലെ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ആൻസർ പാൻറ്റാഗ്രാഫ്. അന്നേരം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു എൻലാർജ് ആൻഡ് റെഡ്യൂസ് പ്ലാന്റ്സ് ഈസ് കോൾഡ് പാൻറ്റാഗ്രാഫ്. സോ ഇത്രയുള്ള ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.